ഹലോ എവരിവൺ, വെൽക്കം ടു ട്രാവൽ ടിപ്സ്. അപ്പോൾ നമ്മുടെ വാട്ട്സ് അറൗണ്ട് ബാംഗ്ലൂരിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് പുതിയ ആൾക്കാരെ കണ്ട്. ദിസ് ഈസ് നമ്മുടെ സ്വന്തമായിട്ടൻ കണ്ണേട്ടൻ KPK കാറ്ററിംഗ് ട്രാവൽസ് എല്ലാം ഉണ്ട്. ഇവന്റ്സ് എല്ലാം പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ നിങ്ങളുടെ കണ്ടിട്ട് പോകുന്നത് നമ്മളിപ്പോ ഇന്നിവിടെ ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് പാലസ് ഗ്രൗണ്ടില്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോ നമ്മൾ വന്നപ്പോ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ അനിയൻ എത്തി. ഇവരിന്ന് രാത്രി വന്നാണ് മടിവാളൻ റൂം എടുത്തത്. അപ്പൊ ഞാൻ രാവിലെ വന്ന് പിക്ക് ചെയ്തു. ഇനി ഞങ്ങളോട് പറഞ്ഞ എന്താ വെച്ചാൽ വേറെ വണ്ടി ഒന്നും വിളിക്കണ്ട, ഞാൻ വന്നിട്ട് നിങ്ങളെ പിക്ക് ചെയ്യുക, കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവന്റെ ഒപ്പം പോവാണ്. അതെ, നമ്മൾ പിന്നെ ഉള്ളപ്പോ നമ്മളിവിടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളല്ലേ അല്ലേ? ശരിയല്ലേ? എത്ര വർഷങ്ങളായി ഉണ്ടാവും അറിയില്ല, ഒരുപാട്. അപ്പോ ഞങ്ങൾ ഇന്ന് പാലസ് ഗ്രൗണ്ടിലേക്ക് പോവാണ്. പാലസ് ഗ്രൗണ്ടിലെ ഒരു കാറ്ററിംഗ് എന്ത് എക്സ്പോ ആണ് നടക്കുന്നത്? അപ്പൊ അതൊരു ഒരു ഡിഫറെന്റ് എപ്പിസോഡ് ആയിരിക്കും. അപ്പൊ നമുക്കിന്ന് എക്സ്പോയുടെ കാഴ്ചകൾ കാണാം. ലത്തീഫ് ഉണ്ട് കേട്ടോ കൂടെ, അവനെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഓക്കെ, ബാംഗ്ലൂരിൽ സൺഡേ കഴിഞ്ഞാൽ അതാ ഇതേപോലെ ചിലതൊക്കെ കാണാൻ പറ്റും. വാവ്, ലംബോർഗിനി എന്താ സാധനല്ലേ! അതിന്റെ സൗണ്ട് ഒക്കെ പോലീസാണ്. അപ്പം നമ്മളങ്ങനെ പാലസ് ഗ്രൗണ്ട് എത്താറായി. പാലസ് ഗ്രൗണ്ട് എത്തി. ഇവിടെ കൗണ്ടർ നമ്പർ 2 എക്സ്പോ നടക്കുന്നത്. ഭയങ്കര സെറ്റപ്പാണല്ലേ! ഭയങ്കര സെറ്റപ്പാണല്ലോ. എന്തൊക്കെയാണ് നടക്കുന്നത് മെയിനായിട്ട്? ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഡെക്കോറിന്റെ ഐറ്റങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കും. അല്ല, ഈ നമ്മുടെ ഇവന്റ്സിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. മെയിൻ ആയിട്ടുള്ളത് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. കേറി വരുമ്പോ തന്നെ വിഘ്നേശ്വരൻ. ഭയങ്കര റോയൽ ലുക്ക് ആയിട്ടല്ലേ? സംഭവം സെറ്റ് ആയിട്ടല്ലേ? പൊളി. ശരിക്കും ഇങ്ങനെയൊക്കെ ഇവന്റിന് നമ്മള് വലിയ വലിയ ഇവന്റ്സിനൊക്കെ ഇങ്ങനെ കണ്ടുള്ളൂ അല്ലേ? അടിപൊളി. പൊളിയല്ലേ? ഇതെല്ലാം ഈ ഇവന്റ് മാനേജേഴ്സിന് അവർക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും അല്ലേ? ഇപ്പോൾ മറ്റേ അമ്പലത്തിന്റെ പോലെയൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ മണ്ഡപങ്ങൾ ആയിരിക്കും അല്ലേ? കല്യാണം പാല് കിട്ടുന്ന മണ്ഡപങ്ങള്. വാവ്, ആന. ഇതെല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് തോന്നുന്നു കേട്ടോ. എന്താണ് സാധനം? മെറ്റീരിയല്. യെസ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ്. ആന ഉണ്ട്, നന്ദി. കാറ്ററിംഗിന്റെ കർട്ടൻസ് അല്ലേ? സ്റ്റോള് കാറ്ററിംഗിന്റെ കർട്ടൻസ് ആണ്. മഞ്ജുശ്രീ കർട്ടൻസ് മാത്രമല്ല, ഇങ്ങനത്തെ കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടടാ. പല ടൈപ്പ് ഓഫ് കപ്പുകള്, സാധനങ്ങള്. പല ടൈപ്പ് ഓഫ് പേപ്പർ ഗ്ലാസസ്. ഇത് പായസം ഗ്ലാസ്, വെള്ളം ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ്, പല പല ഡിസൈൻസ്. എല്ലാം പേപ്പർ ഗ്ലാസ് അല്ലേ? ഇപ്പൊ പ്ലാസ്റ്റിക് വേണ്ടാണ് ആയിരിക്കാം. ഇത് കുറച്ചുണ്ട്. ഇത് മറ്റേ സ്റ്റാർബക്സിന്റെ കോഫി കിട്ടുന്ന പോലെ തന്നെ അല്ലേ? ഇത് ഈ കർട്ടൻസ് സാധനങ്ങളൊക്കെ അല്ലേ? ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇങ്ങനത്തെ സ്റ്റേജിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്ന അതിന്റെ സെറ്റപ്പാണ്. എല്ലാം കുറഞ്ഞ ബഡ്ജറ്റ് കോസ്റ്റിലുള്ള കർട്ടൻസ്. ഇത് കണ്ടിട്ട് നമ്മുടെ മറ്റേ ഈ താലി കെട്ടുന്ന അങ്ങനത്തെ മണ്ഡപം അല്ലേ? ഡെക്കോർ ചെയ്യുന്ന മണ്ഡപം.
വേറൊരു വൈബായിട്ട്. ആ നന്നായിട്ടല്ലേ ഇത് നല്ല ഒറിജിനാലിറ്റി ഫീൽ ഉണ്ട് അല്ലേ? ഫൈബർ അല്ലേ ഇത്? അല്ല ഇത് ഫൈബറാണ്. ശരിക്കും നമ്മുടെ ഒരു എന്താ പറയാ മാർബിൾ ലുക്ക്. ആ യെസ്, ആ കല്ലിന്റെ ഗോൾഡൻ ഇതല്ലേ വരാ. ഇപ്പൊ അതല്ല, ഡിഫറെന്റ് ആയിട്ട്. ഫൗണ്ടൈൻ ഇതെല്ലാം ഭയങ്കര എത്ര റേറ്റ് എന്ന് അറിയാമോ? ഇതിന് 70,000. ഇതും ഇവരുടെ ഇതുപോലെ ഓരോ ഗോൾഡൻ സ്റ്റാച്യൂസും ഇതെല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഈ സാധനം ഇതും ഫൈബർ. ഇതൊക്കെ ഇവന്റ്സിന് നമുക്ക് മഴ ഉണ്ടായാലും ഒന്നും പ്രശ്നമില്ലാത്ത സാധനങ്ങളല്ലേ? 5,000 രൂപ, 8,500 റുപ്പീസ്. ഈ തൂണുകള് വന്നിട്ട് ഇതിന് 14,500 രൂപ റേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാം ഫൈബറാണ്, പക്ഷെ എല്ലാം നല്ല ഫിനിഷിംഗ് ഉണ്ട്, കല്ലിന്റെ ഒക്കെ ഫിനിഷ് ഉണ്ട് കണ്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂർ എക്സ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച ഇത്രയും വലിയ സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ സദ്യയുടെ ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ അത്രയും സ്റ്റാള് നന്നായിട്ടുണ്ട്. ഇത് മറ്റേ ലൈറ്റ്, ഇതിനെന്ത് ലൈറ്റാ പറയാ? നിയോ ലൈറ്റ്. നിയോൺ ലൈറ്റ്. ഇത് ഔട്ടായതാ സ്റ്റേജിന്റെ മറ്റേ സാധനങ്ങളൊക്കെ അല്ലേ? ഓ നല്ല കാറ്റടിക്കുന്നുണ്ടല്ലേ? വലിയ ഫാന. തൂഫാൻ 39,000 രൂപ. നമുക്ക് എങ്ങനെ പറഞ്ഞ വീട്ടിൽ വാങ്ങിച്ചോ? നല്ല അടിപൊളിയാ. ഈ സാധനത്തിന് എന്താ പറയാന്നറിയോ? വെറതാങ്ങി. എത്ര വെറതാങ്ങി മൈക്ക് സംസാരിക്കുന്ന സാധനല്ലേ? രണ്ട് പ്രസംഗം നടന്നില്ലേ തിരുവേ? ഇത് തമിഴല്ല, അത് കന്നഡയും. ഇതെല്ലാം ഇത് കസ്റ്റമേഴ്സ്, നമുക്ക് കൺസ്യൂമേഴ്സ് സാധനങ്ങളല്ല, ഇതിപ്പോ B2B സാധനങ്ങളാണ്. റൗണ്ട് ടേബിൾ എന്താ റേറ്റ്? എല്ലാം കാറ്ററിംഗ് ഇവന്റ്സ് അതിനൊക്കെയുള്ള റൗണ്ട് ടേബിള്, സ്ക്വയർ ടേബിളുകള്, പിന്നെ അതൊക്കെ കല്യാണത്തിന്റെ മറ്റേ നമ്മുടെ സ്റ്റേജിലിടുന്ന പോലത്തെ സോഫ സാധനങ്ങളൊക്കെ. ഏകദേശം റേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 12,200, 16,000. ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണ്. നമുക്ക് കസ്റ്റമേഴ്സ് പോയ സമയത്ത് നമുക്ക് സിംഗിൾ പീസിനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കൂടുതലാവാൻ സാധ്യതയുണ്ട് തോന്നുന്നു. 8,400, 14,500, 12,200. കാരണം ഇത് നമ്മളേ സിംഗിൾ ആയിട്ട് ആകുമ്പോൾ ഈ റേറ്റിനെ കിട്ടും, അതായത് ഹോൾസെയിൽ റേറ്റാ. സിംഗിൾ ആയിട്ട് കസ്റ്റമർ ആകുമ്പോൾ കിട്ടൂലല്ലോ. ഇല്ലല്ലോ. അത് നമ്മൾ മറ്റേ നമ്മുടെ പേരില്, കമ്പനിയുടെ പേരിൽ ബില്ലടിക്കണം. അല്ല, കാരണം വെച്ചാൽ ഞങ്ങൾ റൂമിക്ക് വാങ്ങിയ സോഫ തന്നെ പ്ലെയിൻ സോഫ തന്നെ ഒരു 10,000 രൂപയുടെ അടുത്തുണ്ട്. അപ്പൊ ഇതൊക്കെ 12,200 കാണുമ്പോ ഇതൊക്കെ റേറ്റ് കുറവാണ്. പക്ഷെ കസ്റ്റമേഴ്സിന് അങ്ങനെ കിട്ടില്ല അല്ലേ? കസ്റ്റമേഴ്സിന് കിട്ടായില്ല. ബില്ലിങ് നമ്മുടെ കമ്പനിയുടെ പേരിൽ, കമ്പനി ഡിസ്കൗണ്ട്, GST ബില്ലൊക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് കണ്ടു പോവാം. ഓ മറ്റേ പോപ്പർ സാധനങ്ങളൊക്കെ അല്ലേ? ഇത് മറ്റേ ഇതിന്റെ ഒക്കെ അല്ലേ? വിഷു എന്റെ മോനെ ഇതിന് 7,500 രൂപ വില. ശരി, കല്യാണക്കാർ പോകുമ്പോ നമ്മളൊന്നും അറിയില്ല. ല്ലേ കാണിച്ചില്ലേ എന്താ വില ഇട്ടുണ്ടോ? ഓഫർ പ്രൈസ് ആണ് 10,000. ഇവിടെ 7,500 എങ്ങനെ എക്സ്പോയിൽ വന്ന അങ്ങനെ ഒരു ഗുണം. ഈ സാധനമൊക്കെ 12,000 രൂപയുടെ 6,000 രൂപയുടെ സാധനം. ഇതെന്താ സാധനം ശരിക്കും? ഇല്ല, ഇത് ഫോഗില്ലേ, നമ്മുടെ ഡ്രൈ ഐസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പുക വരില്ലേ, അതിന്റെ സാധനം.
ഇത് നമ്മുടെ അവിടെ ബാൻ ചെയ്തു ശരിക്ക്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മള് ഫോഗ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കുട്ടികളെ എന്ത് ചെയ്യുന്നറിയും, വേഗം പോയിട്ട് കൈയിടും. എന്താണ് വരുന്നത്? പക്ഷെ ഇതൊരു മറ്റേ പവർ വരുന്നതാ. പെട്ടെന്ന് ഒരാള് പെട്ടെന്ന് ഹീറ്റിംഗ് ഓയിൽ പോലെ അപ്പൊ ആൾക്കാർ പെട്ടെന്ന് മരണപ്പെടാനും ഇതിനൊക്കെ കാരണമുണ്ട്. ഇത് കാരണം നമ്മളിവിടെ ശരിക്കും ബാൻ ചെയ്ത സാധനമാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക്സ് ആണ്. ഇതാവുമ്പോ സേഫ് ആണ്. അതിനോട്ട് ഇതിനെ പോകാൻ ഇത് 5400 ഉള്ളൂ. 6000 5400. സ്മോക്ക് വരുന്ന സാധനമാണ് പാർട്ടി ടോപ്പർ. പാലക്കാട് നമ്മള് റെന്റിന് പൂരത്തിനൊക്കെ 5000 രൂപ വെച്ചിട്ട് ശരിയാ, പൂരത്തിന് 5000 രൂപയാണ് ഒരു വാടക. 5000 എന്നല്ല, അതിൽ കൂടുതലുണ്ട്. 12000 രൂപ ഉണ്ട്. 15000 രൂപ നല്ല നമുക്ക്. പോകല്ലോ അല്ലാണ്ടാ കല്യാണത്തിനൊക്കെ ബന്ധുസൊക്കെ ആയിട്ട് എടുക്കാൻ. ശരി, ഇതിനോട് അത്ര 5000 രൂപ. 5000 രൂപ ഉള്ളൂ. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത് 12000 രൂപയ്ക്ക് വാങ്ങിച്ചത്. ഭയങ്കരമായിട്ടൊരു നൈസായിട്ടല്ലേ. 13,900. ഇത് ഒന്നിന് 13,900 അല്ല, ഇതിനാണ് ഇത് ടേബിളിനാണ്. ടേബിളിന് 13,000. ഇതിന് 7,800. ഓ ഇതൊക്കെ എടുക്കല്. ഇതൊക്കെ ഇവന്റിന് ചോറും അങ്ങനത്തെ കുട്ടികളുടെ ഫംഗ്ഷനൊക്കെ കുട്ടികളുടെ ഫംഗ്ഷനൊക്കെ എടുക്കുന്നത് എല്ലാം മെറ്റൽ തന്നെയല്ലേ? ഒരു സിൽവർ ലുക്ക് ഉണ്ടല്ലോ. ഇത് മെറ്റലാ. ഇതിലെന്തോ മെറ്റലിന്റെ ഉള്ളിലെന്തോ ഇല്ല കവർ ചെയ്ത് വുഡ് എന്തോ കവർ ചെയ്തിരിക്കുന്നു. ഇതിനെന്താ വില? വില ഉണ്ടായിരിക്കും. നല്ല എത്ര? 8,500. പോടാ, 85,000. അതൊക്കെ പൂജ ഇടയ്ക്ക് കുറവുണ്ടല്ലോ. പവേഴ്സ് നല്ല രസമുണ്ടല്ലോ. ഗജനിരിക്കുന്ന അനുമാനോ? ഇതെന്തിനാ? ഇതൊക്കെ ഒരു ഷോക്ക്. ഇത് ഒരലും മറ്റു സാധനമായിട്ട് ഉദ്ദേശിച്ചത്. പണ്ട് ഒരലും ഒലക്കാണ്. ഇന്ന് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കും. എല്ലാം ഒരലും ഒലക്കൊക്കെയാണ് അല്ലേ? രാജാവ് ആസനസ്ഥനായോ? പീഠം. ഇതിനൊക്കെ റേറ്റ് ഒന്നും എഴുതിയിട്ടാണ്. ഇത് കുറെ ഗോൾഡ് കാണിക്കുന്നുണ്ട്. ഓ ഈ വിലക്ക് ഒരുപാട് 40,000 രൂപ. 40,000. ഇത് നമ്മുടെ മറ്റേ ഇതല്ലേ, പഴയ പൊടിക്കുന്ന സാധനല്ലേ? ഇപ്പതൊക്കെ ഷോപ്പിൽ ഒരു ഇന്ന് കാണാൻ കിട്ടിയതിന്റെ ഭാഗ്യല്ലേ. artificial flowers. മസാജിന് പിടിച്ചിരുത്തേക്കാണ് ഈ സാധനം. ഞങ്ങള് ചെന്നൈ പോയിട്ട് ഞാനും ഈപ്പനൊക്കെ വാങ്ങിച്ചു. എന്ത് സുഖങ്ങളുണ്ടോ? നല്ല സുഖമുണ്ട്. ഈ സാധനം നമ്മുടെ അടുത്ത് ഇരിക്കട്ടെ. നല്ല സുഖം, നല്ല സുഖം ഉണ്ടല്ലേ? നല്ല സുഖം, നല്ല ഈ മണിക്ക് അവിടെ നമ്മുടെ അവിടെ എത്ര റേറ്റ്? ഇവിടെ എത്ര? 150. സെയിം സാധനം തന്നെ അവിടെ കിട്ടും. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ? ഇതല്ല അല്ല ഹെവി ആണ്. 150 രൂപ ആക്കി നല്ല കുറവാണ് റേറ്റ്.
ഇത് നമ്മുടെ ഇത് മറ്റേ കാറ്ററിംഗിന്റെ ഡിഷിന്റെ ഒക്കെ ഇടുന്ന ആ സ്റ്റോളുകൾ അല്ലേ? നമ്മൾ 2 ദിവസം മുന്നേ ഈരോട് പോയിണ്ടായിരുന്നു ഇവരുടെ കമ്പനി വിസിറ്റ് ചെയ്യാൻ. ഇവരെ കമ്പനി ചെയ്യാൻ നൈസ്. ലൈറ്റൊക്കെ ഇത് എന്തല്ലേ കല്യാണം. ഞങ്ങള് കല്യാണം ഭയങ്കര സിമ്പിൾ ആക്കിയോണ്ട് ഇതിന്റെ ആവശ്യം അറിയില്ല. അതെ അതെ അതെ. പലരും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേൾപ്പിക്കാൻ ഏൽപ്പിക്കുക. ഇങ്ങനത്തെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾ, അൾട്രാ മോഡേൺ അല്ല, അത് ഇങ്ങനത്തെ ഗ്രാൻഡ് ആയിട്ടുള്ള കല്യാണങ്ങളൊക്കെ അവർ സെറ്റാക്കി അടിപൊളിയാക്കി നടത്തി തരും. സംഭവം അടിപൊളിയായിട്ട്. ഓ, ഇത് സ്റ്റേജ് ഡെക്കർ ചെയ്യുന്നതാണോ? സ്റ്റേജ് ഡെക്കർ ആണോന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഒരു റൂം സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റ്സ് നോക്കി. ഇതെന്താ കൗണ്ടർ? ഇത് മറ്റേ ഡിഷ് വെക്കുന്ന കൗണ്ടർ അല്ലേ? നൈസ്. ചീപ്പൊക്കെ ഉണ്ടായിരിക്കുന്ന അങ്ങനത്തെ ഡിഷ് ഇറക്കി വെച്ചല്ലേ? അടിപൊളി ആണ്. ഇവര് ആഡ് റൺ ചെയ്യുന്നുണ്ട് ഇവിടെ. 4700 രൂപയെ? 4500, 3000. ഓ, ഇത്രയൊക്കെ റേറ്റ് ഉണ്ടോ ഇതിന്? ഏത് സ്റ്റോളിൽ പോയാലും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. കട്ടിങ് സാധനങ്ങൾ ഇതെല്ലാം. ഇവിടെ ആരാണ്? ഓ, മറ്റേ മാർബിളിനാണോ ഇത്? സ്റ്റോൺ ആണ്. വാവ്, നല്ല ഫൗണ്ടൈൻ. ആ ബോള് എന്താ അത് കറങ്ങുന്ന ഫൗണ്ടൈൻ. എടാ, ചെസ് ബോർഡൊക്കെ ഉണ്ടല്ലോ. എല്ലാം മാർബിളാണ് കേട്ടോ. നൈസ്. ഓ, ഇത് ഇങ്ങനെ ഉണ്ടാവൂല്ലേ? ബാഹുബലി സെറ്റൊക്കെ ഇട്ട പോലെ ഉണ്ടാവൂല്ലേ? വാവ്. ഓ, നന്നായിണ്ടല്ലോ. ഡാൻസിങ് ഗേൾ. അപ്പൊ ഈ സാധനം കൊണ്ടോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നൈസ്. ഇതൊക്കെ ഇവന്റ്സിന് ഇടൂടാ? ഓ, നമ്മള് കണ്ട ഇവന്റ്സ് അല്ലല്ലോ. ഇവന്റ്സ് അല്ലേ? ഒരുപാട് ഇവന്റ് നടക്കുന്നുണ്ടല്ലോ. 50,000 രൂപ അല്ലേ? 50,000 റുപ്പീസ്. ഇത് ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയാണ് കേട്ടോ. ഇവർ തന്നെ ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഗ്ലാസിന്റെ ക്രോക്കറി ഐറ്റംസ്. ക്രോക്കറി അല്ല, ആക്ച്വലി ദിസ് ഈസ് കാൻഡിൽ സ്റ്റാൻഡ്. നമ്മളിതുവരെ കാണാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. This also looks so good. തിരുപ്പതി വെങ്കടേഷിന്റെ, തിരുപ്പതി ഭഗവാന്റെ ഇത് ഗോൾഡ് അല്ല, അടിപൊളി ഓർണമെന്റ്സ് ഒക്കെ. ഇവിടെ ആക്ച്വലി ഞങ്ങൾ നടക്കാന്നുണ്ട് കുറേ നേരമായി. കുറേ അധികം സാധനങ്ങളുണ്ട്. വീണ്ടും മെറ്റൽസിന്റെ ഒക്കെ ഒരു ഏരിയയാണ്. കർണാടക എന്തൊക്കെയൊക്കെയോ വാങ്ങുന്നുണ്ട്, എന്തൊക്കെയൊക്കെയോ ഓർഡർ കൊടുക്കുന്നുണ്ട്. സോ ഇത് ജർമ്മൻ സിൽവർ ആണെന്നാണ് പറയുന്നത് പുള്ളി. ഇത് കോട്ടിംഗ് അല്ല ഈ സാധനം. ഇത് എപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാവും. 4500 രൂപയാണ് ഈ പൂൾ സെറ്റിന്. മണി ഇതൊക്കെ നൈസ് ആയിട്ടല്ലേ? ഫുള്ള് വെഡിങ് പ്ലാനേഴ്സ്. ഉന്തുവണ്ടി. പൂവ് തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കൊണ്ടൊക്കെ ആയിട്ട് എങ്ങടാ? നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിയിട്ടുണ്ട്. കുന്നം കർണാടക കുന്തൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മള് നേരത്തെ വാങ്ങിയ സാധനം എടുക്കാണ്ടല്ലേ? അയ്യാ പോയി എടുക്കാം. ഇത് ചുമ്മാ ഷോക്ക് വെക്കുന്ന ഒരു സാധനം. ഇത് മറ്റേ സ്പോക്കേഴ്സ്, അങ്ങനത്തെ ബബിൾസ്, അതിന്റെ ഒക്കെ ഒരു ഏരിയയാണ് കേട്ടോ. എല്ലാ ടൈപ്പ് മെഷീൻസും മറ്റേ ഫയറൊക്കെ നമ്മൾ നേരത്തെ കണ്ടില്ലേ? അതേപോലത്തെ അതിന്റെ മാത്രമായിട്ടുള്ള വേറൊരു സ്റ്റോളാണ്. നമ്മൾ സ്പോക്കറാണ് നോക്കുന്നത്.
നല്ല ലൈറ്റുകളല്ലേ, ഷാൻഡലിയേഴ്സ്. നമ്മളപ്പോ പുറത്തൊക്കെ പോയി ഒന്ന് ഭക്ഷണം കഴിച്ചു വന്ന സമയം 5:30-6 മണിയായിട്ടോ. നമ്മൾ പോയി വന്ന് വീണ്ടും എക്സ്പോയിലേക്ക് നമ്മൾ കുറേ സ്റ്റോളുകളുണ്ട് ഇവിടെ. അപ്പൊ എക്സ്പോ കണ്ട് തീർന്നിട്ടില്ല. അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റോളുകളൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റോള് കാണാൻ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കണ്ടിട്ട് നേരത്തെ ഏറ്റി പോകുന്നതൊക്കെ. അതുപോലെ ഇനി കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങി. ഇന്ന് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ എക്സ്പോ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഞങ്ങളിവിടെ എത്തിയത് തന്നെ അതിൻ്റെ അവസാനത്തെ ദിവസമായിരുന്നു. പക്ഷെ എല്ലാ വർഷവും ഇതേപോലെ എക്സ്പോസ് ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കല്യാണം നിങ്ങൾ ആഗ്രഹിച്ച പോലെ റോയലായി, എലഗൻ്റായി, ഇനി അതുമല്ല സിമ്പിളായിട്ട് നടത്താനാണെങ്കിൽ പോലും ഡു കോണ്ടാക്ട് ദം KPK കാറ്ററേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. നമ്മൾ ഓൾ ഇന്ത്യ ഇവർക്ക് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കല്യാണരാമൻ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇവരൊരു കല്യാണം കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കല്യാണത്തിൻ്റെ A to Z കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കല്യാണം ദ ബെസ്റ്റ് മെമ്മറബിൾ മൊമെൻ്റ് ആയിരിക്കും. സോ ഡു കോണ്ടാക്ട്. ഞാൻ അവരുടെ ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും എല്ലാം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, പുതിയ കാഴ്ചകളും പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ പിന്നെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.